പോലീസ് ഉദ്യോഗസ്ഥർ. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തപ്പോൾ എങ്ങനെയായി? 2 ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അഭിലാഷ് എങ്ങനെയാണിത് ഉൾക്കൊണ്ടത്? അല്ല, ആദ്യമേ തന്നെ ഇത് മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല. ഒരിക്കലും നമ്മളൊരു മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു കഥയിലെ ആവശ്യമായ ചില സീക്വൻസുകൾക്ക് ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു തമിഴ്നാട് കിടന്ന ഒരു മൊബൈൽ ഹാക്കിംഗ് ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നടന്ന സംഭവമാണ്. അത് ആ പേരൻസ് അല്ല അവർക്കൊപ്പം ഉണ്ടായിരുന്നവര് പബ്ലിക് പുറത്തു തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സിനിമയുടെ കഥയിൽ അത് ആവശ്യമായി, അതെ ആ ഉദ്യോഗസ്ഥരുടെ കേസ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഥയിൽ അത് ആവശ്യമായിട്ട് വെച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, മിഷേലിന്റെ കേസിലെ ആ ഫാമിലി, ആ പയ്യന്റെ ഫാമിലിക്ക് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ മിഷേലിന്റെ ബയോപിക് അല്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത്. നമ്മളൊരു സിനിമാറ്റിക് വേർഷനിൽ ഒരു സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവാം എന്ന റിയൽ ഇൻസിഡൻസ് വെക്കുന്നത്. പിന്നെ കേരള പോലീസിന് ഒരിക്കലും ഈ സിനിമയെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടല്ല. കേരള പോലീസിന് അങ്ങനെയാണ് ഇതിന്റെ സൈജു കുറുപ്പിന്റെ കഥാപാത്രം ത്രൂ ഔട്ട് സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നല്ലേ. ഈ പറയുന്ന അർജുന്റെ അമ്മയുടെ ക്യാരക്ടർ ചേച്ചി കേരള പോലീസിന്റെ ഭാഗമല്ലേ. അർജുന്റെ ക്യാരക്ടർ പോലീസ് ആവാത്തോണ്ട് ഒരു സാധാരണക്കാരന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിലാണ് കഥ പോയിരിക്കുന്നത്. ഒരുപാട് സിദ്ദിഖ് സാർ ചെയ്ത കഥാപാത്രം, അജു ചേട്ടൻ. അപ്പൊ അത് കേരള പോലീസിന് ഒരിക്കലും മോശമാക്കുന്ന കാര്യമല്ല. നടന്ന റിയൽ ഇൻസിഡന്റിലെ ചില സീക്വൻസുകൾ വെച്ചപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്താവാം അത് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത്. ഈ മിഷേലിന്റെ പേരൻസിന്റെ പല ഇന്റർവ്യൂകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ രാത്രി പ്രോപ്പറായിട്ടൊന്ന് അന്വേഷിച്ചെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടീനെ കിട്ടിയിരിക്കുമെന്ന് അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ലൈവായിട്ട് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പൊ ആ നടന്ന സംഭവത്തെയാണ് ആ സീൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് പിന്നീട് കസബ സ്റ്റേഷനിൽ എത്തുകയും അതിനുശേഷം സെൻട്രൽ സ്റ്റേഷനിൽ എത്തും എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോയതാണ് അമ്മയും അച്ഛനും. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തതാണ്. അങ്ങനെ അത് സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അല്ലാതെ ഒരിക്കലും മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ എന്തായാലും ഓഡിയൻസിലേക്ക് പോകണ്ട. മിഷേൽ ഷാജിയുടെ കേസുമായി സിമിലാരിറ്റി ഉള്ള ഒരു കഥയാണ് ഞങ്ങൾ ഇത് വെച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഉള്ള സീക്വൻസുകളൊക്കെ തന്നെ ഞങ്ങളുടെ ഭാവനയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൊക്കെ ഇനി ഒന്നും ചോദിക്കരുത് എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നു. അത് സിനിമ കണ്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ഇര ഉള്ളപ്പോൾ ആ സിനിമാറ്റിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു റിസ്ക് ഉണ്ടായിരുന്നു അഭിലാഷിന്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ എതിർക്കാം. കാരണം സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്കൊരു ചർച്ചയിലോട്ട് കടക്കാം. പക്ഷെ ഈ സിനിമ ഇന്ന് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സിനിമയുടെ ഉള്ളടക്കമായി ബന്ധപ്പെട്ട ഒരു സിനിമ. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് പോകുന്നത് എന്ന് പ്രേക്ഷകർക്കറിയില്ല. ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പ്രേക്ഷകർ ഒരുപാട് പേര് കാണാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, അത്തരം ചർച്ചകൾ നമുക്ക് കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞിട്ടാവുകയാണെങ്കിൽ ഈ സിനിമ ഫ്രഷ് ആയിട്ട് കാണാൻ പ്രേക്ഷകർക്ക് പറ്റും. ആ അഭ്യർത്ഥന മാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അതെ. അപ്പോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളും എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു സസ്പെൻസ് ത്രില്ലർ ആയത് കാരണം കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അങ്ങനെ ആണെങ്കിലല്ലേ പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും. ഇപ്പോ നമ്മൾ ആരുടെ കഥ പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർ സിനിമയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോ അത് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അത് അത്തരം ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നീട് കൊച്ചിയിൽ വന്നപ്പം നമ്മുടെ ആനന്ദ് ശ്രീബാല ടീം അദ്ദേഹമായിട്ടൊരു സ്റ്റേജ് ഷെയർ ചെയ്ത്, അപ്പം അഭിലാഷ് ചേട്ടൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ ആനന്ദ് ശ്രീബാല കാണുന്നതിന് മുമ്പ് എന്തായാലും കമ്പോ കണ്ടിരിക്കുമെന്ന്. അപ്പൊ ഇന്നലെ സിനിമ ഇറങ്ങി ഗംഭീര പ്രതികരണമാണ് ഇന്ത്യ മൊത്തത്തില്. ഇപ്പൊ എന്താണ് ചേട്ടൻ പറയുന്നത്? ഇല്ല, അത് ആദ്യം ഒരു കാര്യം പറയാം. ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു വെക്കില്ല. ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ പെർസ്പെക്റ്റീവ് അവർ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും. അതാണ് അതിന്റെ ബേസിക് റീസൺ. ഇപ്പം ശിവ സാർ ചെയ്യുന്ന ഒരു സിനിമ ശിവ സാർ പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യും. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റ് ആവുന്ന അദ്ദേഹം പ്രതീക്ഷ ഉണ്ടാവാം. ഇത് കേട്ട സൂര്യ സാർ ഹിറ്റ് തന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ. ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റ് തന്നിട്ടുള്ള ആളുകളല്ലേ. അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല. അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡിക്ഷൻ മാറിപ്പോയി കാണും. ഇപ്പൊ കങ്കുവ 4 മണിക്ക് പോയിട്ടുണ്ട് ആളെ, വേറെ ഒന്നുകൊണ്ടല്ല, എന്താണ് നമ്മുടെ അവിടെ അടുത്ത ദിവസം വരുമല്ലേ അതിന്റെ രീതിയില്. പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അവരെ കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിന് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ റിവ്യൂസ് വരുമ്പോ ഒക്കെ വളരെ പ്രശ്നപ്പെടുന്നത്. പക്ഷെ നമ്മളതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഞങ്ങൾ സൂര്യ സാറിനെ കാണാൻ ഫാനായിട്ട് പോയതാ.
ഇത് വെച്ച് ശരി ഞങ്ങൾ അവർ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു. ആനന്ദ് ശ്രീബാല ടീമിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു അപർണയും ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത്. മാളിപ്പുറം വിഷ്ണു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു കേട്ടോ. അതിന്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പം ഒരു ഭയങ്കര വേറെ ലെവൽ സിനിമയായിരിക്കും എന്നായിരുന്നു കരുതിയത്. മേക്കിംഗ് വൈസിലൊന്നും അല്ലെങ്കിൽ അതിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടല്ലോ. എന്തോ എനിക്ക് അറിയില്ല, എല്ലാ ഓഡിയൻസും അത് കണക്ട് ആയിട്ടില്ല. അതാണ് അതിന്റെ ബേസിക് റീസൺ. ഇനി അതിനെ പറ്റി ചോദിച്ചിട്ട് ഞാൻ ഇത് എന്തായാലും പറഞ്ഞിട്ട് കങ്കുവ ടീംസും സൂര്യ ഫാൻസും വന്നിട്ട് നമ്മുടെ നെഞ്ചത്ത് പൊങ്കാലിടാണ്.